ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഥാപ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സഫലമാവണമെങ്കിൽ ലഭിക്കേണ്ടതായ യഥാർത്ഥ മരുന്ന് മന്ത്രം. 1. വിദ്യാഭ്യാസം. 2. സംസ്കാരം. 3. സംസർഗം. 4. ഏകത. 5. വ്യക്തിത്വം. ഈ 5 കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ സഫലമാകും. ഒന്നാമത്തേത് വിദ്യാഭ്യാസം. നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം കൊടുക്കുന്നില്ല എങ്കിൽ നാം വെറുതെ ജീവിതം നശിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുക. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ശ്രദ്ധിക്കുക. ശിക്ഷ, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ സിംഹിണിയുടെ മുലയിലെ പാല് ആണ്. അത് കുടിക്കുന്ന കുഞ്ഞ് ഗർജിക്കും, കുടിക്കാത്ത കുഞ്ഞോ മൃഗങ്ങളെ പോലെ ഒച്ച ഉണ്ടാക്കും. അത് ആർക്കും പ്രയോജനമാകുകയില്ല. ആയതിനാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ ഒരു വലിയ കാര്യവും അവന് ചെയ്യുവാൻ സാധിക്കുകയില്ല എന്ന് നാം ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേതാണ് സംസ്കാരം, കൾച്ചർ. പല തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് സംസ്കാരം, കൾച്ചറും കൊടുക്കേണ്ടതാണ്. സംസ്കാരം പകർന്നില്ല എങ്കിൽ അവർ മാതാപിതാക്കളെ ഒരിക്കലും നോക്കാൻ തയ്യാറാകുകയില്ല. നിങ്ങൾ വൃദ്ധർ ആയിക്കഴിയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ട് കാണാതെ അവർ നിങ്ങളെ വീട്ടിൽ നിന്നും അകറ്റി താമസിപ്പിക്കും. അവർ നിങ്ങളെ ബഹുമാനിക്കുകയില്ല എന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. ആയതിനാൽ നല്ല സംസ്കാരം അവർക്ക് കൊടുക്കുകയും മാതാപിതാക്കളെ അനുസരിക്കാൻ പഠിപ്പിക്കുകയും മുതിർന്നവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ അവരെ കഴിഞ്ഞും ഇളയതുങ്ങളെ സ്നേഹിക്കാൻ പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. മൂന്നാമത്തേതാണ് സംസർഗം, ഇടപെടൽ. എത്ര നല്ല എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുത്താലും, എത്ര നല്ല സംസ്കാരം കൊടുത്താലും സംസർഗം, ഇടപെടൽ നല്ല ആൾക്കാരോട് അല്ല എങ്കിൽ എഡ്യൂക്കേഷനും സംസ്കാരവും എല്ലാം വെറുതെ ആയി പോവും. നല്ല സംസർഗം കൊടുക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് നല്ല സംസർഗം ഉള്ളവർ ആയിരിക്കണം. നല്ല സംസർഗം ഉള്ളവരോട് അവർ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് അറിയാമായിരിക്കണം. ഇതുവരെ നിങ്ങൾക്ക് 3 തരത്തിലുള്ള മന്ത്രങ്ങൾ അഥവാ മരുന്ന് പറഞ്ഞു തന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നാലാമത്തത് ഏകത, കോപ്പറേഷൻ. നൗഡേയ്സ്, അതായത് നാം കാണുന്നത് ഏകത എന്നത് ഇല്ലാതെ പോകുന്നതായാണ്. സംസ്കാരത്തിൻ്റെ പേരിൽ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ, ഇടപെടലിൻ്റെ പേരിൽ, ജാതികളുടെ പേരിൽ, കറുപ്പിൻ്റെ പേരിൽ, വെളുപ്പിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, സമുദായങ്ങളുടെ പേരിൽ, പഞ്ചായത്തുകളുടെ പേരിൽ, ജില്ലകളുടെ പേരിൽ, സംസ്ഥാനങ്ങളുടെ പേരിൽ, രാജ്യങ്ങളുടെ പേരിൽ ഏകതയില്ലാതെ വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് ഏവർക്കും അറിയാം. വീടുകളിലാണ് എങ്കിൽ സഹോദരങ്ങളുടെ ഇടയിലും സഹോദരികളുടെ ഇടയിലും മാതാപിതാക്കളുടെ ഇടയിലും അമ്മാവിയമ്മയും മരുമകളും തമ്മിലും മകൻ അപ്പനോടും അപ്പൻ മകനോടും ഏകത ഇല്ലാതെ കഴിയുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പശുപക്ഷികൾ പോലും ഏകതയോടുകൂടി ജീവിക്കുന്നതായി നമുക്ക് കാണാം. ഉദാഹരണം, തേനീച്ചയുടെ പ്രവർത്തനം നോക്കുക, കാട്ടുപോത്തിൻ്റെ പ്രവർത്തനം നോക്കുക. അവരുടെ ഏകതയിൽ പല പോത്തുകളും എരുമകളും ചേർന്ന് ഒരു സിംഹത്തെ ആക്രമിച്ച് കൊല്ലുന്നതായി ഡിസ്കവറിയിലും ആനിമൽ പ്ലാനറ്റ്സിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ നമുക്ക് എന്തുകൊണ്ട് ഈ ഭിന്നത ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നാം കോപ്പറേഷനോടുകൂടി ഈ ലോക ജീവിതം സഫലമാക്കി കൂടെ എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ ഭിന്നത, ഏകത ഇല്ലായ്മ? ഒരിക്കലും ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ ലോകത്തിൽ നിന്നും കടന്നു പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ എന്തെങ്കിലും സാധിക്കുമോ? ആയതിനാൽ നാം വിചാരിക്കേണ്ടതായ ഒരു കാര്യം മാത്രമുണ്ട്. നാം എപ്പോഴും മറ്റുള്ളവരുമായിട്ട് ഏകതയോടുകൂടി ജീവിക്കുക എന്നുള്ളത്. അവസാനത്തെ
കാര്യം എന്ന് പറയുന്നത് വ്യക്തിത്വമാണ്. ആരായാലും തന്നെ വ്യക്തിത്വം എടുത്തില്ല എങ്കിൽ അവൻ്റെ അവളുടെ ജീവിതം വ്യർത്ഥമായി പോകും. എന്തിന് എന്ന് ആണ് നാം മറ്റുള്ളവരെ സംശയിക്കുന്നത്? അതായത് ഒരു വ്യക്തിക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടാക്കിയെടുത്തില്ല എങ്കിൽ അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഓരോ വ്യക്തിയും അവനവൻ്റേതായ വ്യക്തിത്വം ഉണ്ടാക്കണമെങ്കിൽ മുകളിൽ പറഞ്ഞതായ ആ 4 മന്ത്രങ്ങൾ നമ്മുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരിക്കണം. അതായത് വിദ്യാഭ്യാസം, സംസ്കാരം, സംസർഗം, ഏകത. അതായത് 5-ാമത്തേത് വ്യക്തിത്വം കൂടി ചേർത്ത് ഈ 5 ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവുകയില്ല എന്നുള്ളതാണ് പരമസത്യം. അതിനായി കഠിനാധ്വാനം വളരെ അത്യാവശ്യമാണ്. കഠിനാധ്വാനത്തിനായി അവയർനെസ് ആവശ്യമാണ്. ജാഗരൂകത ഉള്ളവർക്ക് മാത്രമേ എയിം ഉണ്ടാകുകയുള്ളൂ. എയിമുള്ളവർക്ക് മാത്രമേ കാര്യങ്ങളുടെ അനലൈസിസ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതായത് എ ക്യൂബ്ഡ് എന്നതാണ് അവയർനെസ്, എയിം, അനലൈസിസ് എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക് ഈസ് ദി ഗോൾഡൻ കീ ടു ഓപ്പൺ ദി വേ ഓഫ് സക്സസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രോവർബ് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. കഠിനാധ്വാനം എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള വഴിയിലൂടെ ഉള്ള സ്വർണ്ണ താക്കോൽ ആണ്. ഈ വസ്തുത മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ആ വ്യക്തി ഈ ലോകത്തിൽ ഒരു സഫലതയോടുകൂടി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുന്നതിന് ശേഷം അവർക്ക് സ്വർഗരാജ്യത്തിലും ഒരു അവകാശി ആയി തീരുവാൻ സാധിക്കും എന്നതിന് സംശയമില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. ദൈവം അതിനായി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.